ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിയ ഈ സഹോദരന്മാർ ഒരു ചെറിയൊരു തുണ്ട് ഭൂമിയുടെ പേരിലോ ഒരു തേക്ക് മരത്തിൻ്റെ പേരിലൊക്കെ അല്ലെങ്കിൽ അമ്മ അവശേഷിപ്പിച്ച കാശുമാലയുടെ പേരിലൊക്കെ ഇങ്ങനെ സംഘർഷത്തിലേക്ക് തന്നെ വഴുതി പോകുന്ന കണ്ട് മനം മടുക്കുകയോ നുറുങ്ങുകയോ ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു നീതിബോധമെന്ന് പറയുന്ന ഒരു മൂല്യം കാര്യമായിട്ട് നമ്മുടെ ഒരു ഭാവനയുടെ അരിപ്പയിൽ അടിഞ്ഞിട്ടില്ല. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. അവസാനത്തോളം കൈകോർത്ത് നടക്കുമെന്ന് കരുതിയ മനുഷ്യർ എവിടെയൊക്കെ വെച്ച് വഴുതി പോവുകയാണ്. ഏതൊരു സ്നേഹബന്ധത്തിലും നമ്മൾ കാക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതിനു വേണ്ടിയാണ്. ഒരു നാൾ രണ്ടിലൊരാളുടെ കൈ അയയുമ്പോൾ, തണുക്കുമ്പോൾ അതെൻ്റെ കരങ്ങളിലായിരിക്കണമേ, അല്ലെങ്കിൽ നിൻ്റെ കരങ്ങളിലായിരിക്കണമേ. അതിന് സംഭവിക്കാത്ത മട്ടിൽ കാര്യങ്ങൾ രൂപപ്പെടുമ്പോൾ പിന്നെ ഉള്ളത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന നിത്യശിക്ഷ. നിത്യശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ടല്ലോ, അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കും. ഇത് വളരെ കൃത്യമായിട്ട് മനഃശാസ്ത്രപരമൊക്കെ ആയിട്ട് അപഗ്രഥനം ചെയ്യപ്പെടുന്ന വാക്കുകളാണ്. വിലാപം സ്വാഭാവികമായിട്ട് വിഷാദമാണ്, നമ്മൾ ഡിപ്രഷനിലേക്ക് വഴുതി പോകുന്നു. പല്ലുകടി റേജ് എന്ന് പറയുന്നത് ഈ വിലാപത്തിൻ്റെ തന്നെ വിഷാദത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ്. എന്താ ഈ ക്ഷോഭം എന്ന് പറയുന്നത്? ഒരു ഇൻവേർട്ടഡ് ഗ്രീഫാണ്. നമ്മുടെ വിഷാദവും ദുഃഖവുമൊക്കെ വഴിമാറിപ്പോകുന്ന അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ വെന്റിലേറ്റ് ചെയ്യുന്ന ഒന്നിൻ്റെ പേരാണ് ഈ ക്ഷോഭം എന്ന് പറയുന്നത്. രണ്ടുതരം മനുഷ്യരാണ് ഇത്തരം സ്നേഹനിരാശങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ അവർ സദാസമയം ദുഃഖിതരാണ്, ഇല്ലെങ്കിൽ അവർ സദാ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനോടും അവർക്ക് വിമർശനവും തർക്കവും സിനിസിസവും ഒക്കെ ഉണ്ട്. സ്നേഹമെന്ന് പറയുന്ന ആ കുഴപ്പിക്കുന്ന പദത്തെ, ഒരായുസ് ജീവിച്ചാലും നമുക്ക് പിടുത്തം കിട്ടാതെ പോകുന്ന ആ പദത്തെ നമ്മുടേതായ രീതിയിൽ നമ്മളിങ്ങനെ സുവിശേഷത്തിലെ കവിതയുടെ കണ്ണാടിയൊക്കെ വെച്ച് കാണാനുള്ള ശ്രമത്തിലായിരുന്നു. ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ഭാഗമെന്നൊക്കെ പറഞ്ഞാണ് നമ്മളിത് ആരംഭിച്ചത്. ഏകദേശം ഒരു 2.5 മാസം മുമ്പ് 1 കൊറിന്ത്യർ 13. ഇങ്ങനെ ഓരോ ദിവസവും അതിനകത്തെ വാക്കുകൾക്ക് ഓരോരോ അർത്ഥം കിട്ടിയ, എപ്പോഴും ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾക്കകത്ത് സംഭവിക്കുന്ന ഒരു പ്രത്യേകതയോ ഭംഗിയോ അതാണ്. ഭാഷയിൽ വിശേഷം ഈ പൗരസ്ത്യ ഒരു സാഹിത്യ പഠനങ്ങളിലൊക്കെ നമ്മൾ 3 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രതിഭ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കും, 2 വിൽപ്പത്തി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കും, പിന്നെ സിദ്ധി എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കും. ഈ ആദ്യം പറഞ്ഞതാണ് ഗുരുക്കന്മാരോടൊപ്പം ഉണ്ടാവുക. സെൻറ്റ് പോൾ ആവട്ടെ, ലോകത്തുള്ള ഏത് ഗുരുവുമായിക്കൊള്ളട്ടെ, എന്താണ് അവരുടെ പ്രത്യേകത? അവരൊരു കാര്യം വളരെ സ്വാഭാവികമായിട്ട് എഴുതി വെക്കും. കുറേ കഴിയുമ്പോൾ ഈ പൂക്കളിലേക്ക് ശലഭങ്ങൾ വരുന്ന കണക്ക് പലതരം അർത്ഥങ്ങളുടെ ചിത്രശലഭങ്ങൾ ഇവരെ തേടി വരികയാണ്. മറ്റു കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മളുടെ പഠനം കൊണ്ടും നമ്മുടെ കഠിനാധ്വാനം കൊണ്ടൊക്കെ സംഭവിക്കുന്ന. അപ്പോൾ ഒരാൾ പോയറ്റാണെന്ന്, ബോൺ പോയറ്റാണെന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ വാക്കുകളിലേക്ക് പുതിയ പുതിയ അർത്ഥം വരുന്നുണ്ടെന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് ഈ ബോൺ പോയറ്റിൻ്റെ കവിതകൾക്ക് ഒരിക്കലും മരണം ഉണ്ടാവുന്നില്ല. അതിന് കാലാതീതമായൊരു ഭംഗി ഉണ്ടാകുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന യേശുവിൻ്റെ പ്രകാശത്തിൽ പെട്ടുപോയ മനുഷ്യരൊക്കെ ഇങ്ങനെ കവിത്വമുള്ള മനുഷ്യരായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ആ പുരാതന കവിത ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളുമായി മാറും. സ്നേഹവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ നമ്മൾ കണ്ടുവരുമ്പോൾ അതിനകത്തെ ഒരു വാക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. എൻ്റെ അർത്ഥം അത് നീതിയുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കേണ്ട വാക്കാണ് സ്നേഹം. പതുക്കെ സ്നേഹമില്ലാതെ പോകുന്നതിന് ഈ അനീതി നിറഞ്ഞ സാഹചര്യങ്ങൾ ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട്. മാത്യു 24:12 അന്തിമ ദിനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നൊരു കാര്യം ഇതാണ്: ഈ ധർമ്മം ഇല്ലാതെ പോവുകയും സ്നേഹം തണുത്തു പോവുകയും ചെയ്യുന്ന കാലം വരും. ആ വാക്ക് ഞാൻ ഉണ്ടാക്കിയൊരു വാക്കല്ല കേട്ടോ. ചിലപ്പോൾ പുതിയ ഭാഷ കണക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഈ സ്നേഹം തണുത്തു പോകുക എന്നൊക്കെ ഉള്ളത്.
2000 വർഷം മുമ്പ് ഒരാൾ ഉപയോഗിക്കുന്ന വാക്കാത്. നമ്മുടെ സ്നേഹം തണുത്തു പോകും. ഏറ്റവും പേടിക്കേണ്ട ഒരു വാക്കാത്, ഈ തണുത്തു പോകുന്ന സ്നേഹം. പക്ഷേ സ്നേഹം കണക്ക് മനുഷ്യൻ ചൂട് കൊടുക്കുന്ന ഒരു ഘടകം വേറെയില്ല. ഒരു സൗഹൃദത്തിലോ ഒരു വിവാഹത്തിൻ്റെ ആദ്യ ദിനങ്ങളിലോ പ്രണയത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്കറിയാം, വെറുതെ ഒരു പ്രസൻസിൽ പോലും മനുഷ്യൻ്റെ മനസ്സിന് ഇങ്ങനെ ചൂട് പിടിക്കും. നമ്മൾ ഹാപ്പിയാണ്, നമുക്കൊന്നിനെക്കുറിച്ചും വ്യാകുലതയില്ല. എന്നാൽ പതുക്കെ ഇത് കെട്ടുപോകുമ്പോഴാണ്, നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ അവസാനത്തോളം കൈപിടിച്ച് വയസ്സാവണമെന്ന് ആഗ്രഹിച്ച മനുഷ്യർ അതിന് പറ്റാതെ വല്ലാതെ പകച്ചോ ഒക്കെ നിന്ന് പോകുമ്പോഴാണ് ഈ പറഞ്ഞ സ്നേഹം ഒരു ആലിപ്പഴം കണക്ക് നമ്മുടെ കൈത്തണ്ടയിൽ ഈ കൈക്കുമ്പിൾ ഇങ്ങനെ തണുത്തു പോകും. ഒന്നും സംഭവിക്കുന്നില്ല അതിനകത്ത്. ഒരിക്കൽ ഈ കൈ കോർത്ത് പിടിക്കുമ്പോൾ പരസ്പരം ചൂട് കൊടുത്ത മനുഷ്യരാണ്. വെറുതെ അവനവൻ്റെ ഒരു ദാമ്പത്യ ദിനത്തിൻ്റെ ആ ഒരു ആദ്യത്തെ മംഗള സൂചന എടുത്താൽ മതി. ഒരു പള്ളിയിലോ ക്ഷേത്രനടയിലോ ഒക്കെ വെച്ച് നിങ്ങളിങ്ങനെ കൈകോർത്ത് പിടിക്കാനായിട്ട് പുരോഹിതൻ നിങ്ങളോട് ആവശ്യപ്പെട്ട നിമിഷത്തിൽ എന്തൊരു താപമാണ്, എന്തൊരു ഊഷ്മാവാണ് ഈ ഉടലിലേക്ക് പ്രവേശിച്ചത്. എന്നിട്ടോ പതുക്കെ ആ കാര്യത്തിനകത്ത് കാര്യമായ മതിപ്പോ പരിഗണനയോ തേച്ചുമിനുക്കലോ ഇല്ലാതെ പോകുമ്പോൾ അത് തണുത്ത് കഴിയുമ്പോഴാണ് തൊട്ടരികിൽ കിടക്കുന്ന വ്യക്തി ഒരു മരക്കഷ്ണമാണെന്ന് തോന്നുന്ന വിധത്തിൽ, ആ അർത്ഥത്തിൽ വരുന്നൊരു ശൈലി പോലുമുണ്ട്. ലൈക്ക് എ ലോക്ക്, ഒരു വിറകുള്ളി കണക്ക് തോന്നുന്ന കാലം കൂടി നമ്മളെ കാത്തിരിപ്പുണ്ട്. ആൻഡ് അതാണ് അന്ത്യദിനം എന്ന് പറയുന്നത്. അന്ത്യദിനത്തിനകത്ത് യേശു പറയുന്ന വാക്കായത്. അതിനെ ഒരു പ്രപഞ്ചത്തിൻ്റെ അന്ത്യകാലമായിട്ട് മാത്രം വായിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. വ്യക്തികൾക്കുമുണ്ട് അവരുടെ അന്ത്യദിനങ്ങൾ. ഈ സ്നേഹം നിലച്ചു പോകുന്ന ദിവസം, സ്നേഹം തണുത്തു പോകുന്ന ദിവസം, പിന്നുള്ളത് മരിച്ച ജീവിതമാണ്. പിന്നെ മുമ്പോട്ട് പോകാനായിട്ട് പ്രേരണയില്ല, പ്രചോദിപ്പിക്കാനായിട്ട് കാരണമില്ല. എന്തിന്? ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന എന്തിനാണെന്ന് പോലും നമുക്ക് തോന്നും. അപ്പോൾ ഈ പറഞ്ഞ വാക്ക്, ആ ഗുരുനാഥൻ്റെ വാക്ക് ഉള്ളിലൊരു ചങ്കുവേദനയായിട്ട് കിടന്നാൽ കൊള്ളാം. ഇങ്ങനെ സ്നേഹം തണുത്തു പോകുന്ന കാലം വരും. ഇങ്ങനെ നിങ്ങളിലെ വെളിച്ചം കെട്ടുപോവുകയാണെങ്കിൽ, ആ വെളിച്ചം തന്നെ ഇരുളാവുകയാണെങ്കിൽ, നിങ്ങൾ ഇരുളെത്രയോ വലിയ ഇരുളായിരിക്കും എന്നൊക്കെ പറയുന്ന കണക്ക് സ്നേഹമെന്ന് പറയുന്നത് തന്നെ ചൂടാണ്. ആ ചൂട് കെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന ആ ഒരു തണുപ്പ് എത്ര കഠിനമായിരിക്കും. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ ആ പശ്ചാത്തലം കൂടി ശ്രദ്ധിക്കണം. ഇങ്ങനെ അധർമ്മവും വർദ്ധിച്ചു വരുന്നത് കൊണ്ട് സ്നേഹം കെട്ടുപോകുന്നു. അപ്പോൾ ഈ അധർമ്മം എന്ന് പറയുന്നൊരു ഘടകം, അനീതി എന്ന് പറയുന്നൊരു ഘടകം വാസ്തവത്തിൽ ഈ സ്നേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ നിർണ്ണയിക്കാനായിട്ട്, അതിൻ്റെ ഒരു ഭംഗിയെ ലഘൂകരിക്കാനൊക്കെ ആയിട്ട് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അവിടെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ മാത്യു 24:12 നിന്ന് ഒരു തവളച്ചാട്ടം ചാടി അല്ലെങ്കിൽ പുറകോട്ടൊരു യാത്ര ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ വരാൻ പറ്റുമെന്ന് കൊറിന്ത്യർ 13 അതിനകത്ത് പറയുന്ന ആ വാക്ക്, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. നീതി ബേസിക്കാണ്. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി പരിക്കേറ്റവർ ഭാഗ്യവാന്മാർ. അവനവൻ്റെ ജീവിതം അനുഗ്രഹപ്രദമാകാനായിട്ട് 8 വഴികളാണ് നമുക്ക് ഒരുപക്ഷെ ഈ സ്നേഹസങ്കീർത്തനങ്ങൾക്ക് ശേഷം അതിലേക്ക് പ്രവേശിക്കാൻ തന്നെ കരുതുന്നത്. 8 വഴികളാണെന്ന് പറഞ്ഞിട്ട്, ഒരു അഷ്ടമാർഗമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് യേശു ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും. അതിനകത്ത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം, ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് യേശു ഒരു ദിവസം 1, 2, 3, 4, 5 എന്ന് അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലെന്നാണ് പറയുന്നത് പഠിക്കുന്നവർ. യേശു പല ദിനങ്ങളിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതി പിന്നീട് അരിച്ചുണ്ടാക്കിയ അവൻ്റെ മൂല്യബോധത്തിൻ്റെ ഒരു എന്താ ഏറ്റവും സംഗ്രഹ രൂപമായിട്ടൊക്കെയാണ് ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് നമ്മളിന്ന് പറയുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഡിസ്റ്റിൽഡ് വേർഷൻ ഓഫ് വാല്യൂ സിസ്റ്റം. ഇതാണ് ഈ അഷ്ടഭാഗങ്ങൾ പറയുന്നത്. ഇങ്ങനെ വാറ്റിയെടുത്തിട്ടുള്ള അവൻ്റെ മൂല്യബോധം. 8 മൂല്യങ്ങളെന്നൊക്കെയാണ് പേര് സൂചിപ്പിക്കുന്നത്. പക്ഷേ പേര് സൂചിപ്പിക്കുന്നതാണ് 8 മൂല്യമില്ല, 7 മൂല്യമേ ഉള്ളൂ. എന്താ കാര്യം? ഒരെണ്ണം റിപ്പിറ്റേഷനാണ്. എന്താണത്? നീതി. നീതിക്ക് വേണ്ടി വിശന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി പരിക്കേറ്റവന്മാർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നീതി എന്ന് പറയുന്നത് മൂല്യങ്ങളുടെ മൂല്യമാണ്. സ്നേഹം ഈ നീതിക്ക് മീതെ ഉണ്ടാകുന്ന തളർപ്പാണ്. അതിനു മീതെ ഉണ്ടാകുന്ന പൂവാണ് കരുണ എന്ന് പറയുന്നത്. നീതി ബേസിക്കാണ്. ഇങ്ങനെ സ്നേഹമില്ലെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചിലപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഉദാഹരണമായിട്ട് എല്ലായിടങ്ങളിലുമൊക്കെ സ്ത്രീകൾ ഗർഭവതികളാകുമ്പോൾ ചലച്ചിത്രത്തിൽ കാണുന്ന കണക്കോ അവർ കാക്ഷിച്ചത് കണക്കോ സ്വപ്നസദൃശ്യമായ ഒരു
ഒരു പ്രതീക്ഷയുടെ എക്സ്പെക്റ്റേഷൻ്റെ ഒരു കാലം അവർക്ക് ലഭിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്ന വിഭവങ്ങളും അവരാഗ്രഹിക്കുന്ന വിശ്രമങ്ങളും ആഗ്രഹിക്കുന്ന സമാധാനമൊക്കെ കിട്ടണമെന്നില്ല. ഇങ്ങനെ അത്തരം ചില കാലങ്ങളിൽ ശരിയായ ഭക്ഷണം പോലും കിട്ടാതെയൊക്കെ ചിലർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ കണക്ക് ഈ സ്വപ്നസദൃശ്യമായൊരു ലോകം ഒരുക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതില്ലെങ്കിൽ പോലും ബേസിക്കായ ചില കാര്യങ്ങളുണ്ട്. ഒരു മന്ത്ലി ചെക്കപ്പ് എന്ന് പറയുന്നത് വളരെ ബേസിക്കാണ്. അല്ലെങ്കിൽ അകത്ത് വളർന്ന കുഞ്ഞിന് ആവശ്യമായ പോഷകമൂല്യ ഭക്ഷണം എന്ന് പറയുന്നത് ബേസിക്കാണ്. ചുരുക്കത്തിൽ സ്നേഹമില്ലെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നിരിക്കും. അത് പറയുമ്പോൾ എനിക്കറിയാം അതത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഐ ട്രൈ ടു ബി വെരി വെരി പ്രാക്ടിക്കൽ. വേണ്ട, സ്നേഹമില്ല. പക്ഷേ സ്നേഹമില്ലെങ്കിലും മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞ കണക്ക് എളുപ്പമല്ല. നീതിയില്ലെങ്കിലും മുമ്പോട്ട് പോകാമെന്ന് പറയുന്നത് അടിസ്ഥാന ചില സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട എന്നാ ചെയ്യും? എത്ര നാൾ ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും? അപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു ഭവനത്തിൻ്റെയോ ഒക്കെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് അതിനകത്ത് ആ വ്യക്തികൾ പുലർത്തുന്ന നീതിബോധമാണ്. നമ്മൾ കേരളത്തിലേക്ക് ഒരു ക്രൈസ്തവ സമൂഹം, ഇന്ത്യയിലേക്ക് തന്നെ എന്താ പറയുക, വളരെ ഏറെ പഴമയൊക്കെ പറയുന്നൊരു സമൂഹമാണ്. പക്ഷെ വലിയൊരു വീണ്ടു വിചാരം കുറച്ച് പൊതുബോധം പുലർത്തുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ തലയിലേക്ക് വന്നിട്ടുണ്ട്. ഇതര ക്രൈസ്തവേതര ഭവനങ്ങളെക്കാൾ കുറഞ്ഞൊരു നീതിബോധമാണ് ഇതിൻ്റെ ഒരു മജ്ജയെ കിടക്കുന്നത്. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. 1-2 ഇടങ്ങളിലെങ്കിലും ഇങ്ങനെ വീട്ടിന് പാർട്ടീഷൻ വരുമ്പോൾ, അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതിന് ശേഷം അവർക്കുള്ള ഭൂസ്വത്തുകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുന്നതിൻ്റെ സമയത്ത് ഇതിൻ്റെ പ്രാർത്ഥനയ്ക്കോ വെറുതെ ഒരു സാക്ഷി നിലയിലൊക്കെ പോയിരിക്കുമ്പോൾ എളുപ്പമായിരുന്നില്ല ഈ കാര്യങ്ങൾ. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിയ ഈ സഹോദരന്മാർ ഒരു ചെറിയൊരു തുണ്ട് ഭൂമിയുടെ പേരിലോ ഒരു തേക്ക് മരത്തിൻ്റെ പേരിലൊക്കെ, അല്ലെങ്കിൽ അമ്മ അവശേഷിപ്പിച്ച കാശിമാലയുടെ പേരിലൊക്കെ ഇങ്ങനെ സംഘർഷത്തിലേക്ക് തന്നെ വഴുതി പോകുന്ന കണ്ട് മനം മടുക്കുകയോ നുറുങ്ങുകയോ ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു നീതിബോധമെന്ന് പറയുന്ന ഒരു മൂല്യം കാര്യമായിട്ട് നമ്മുടെ ഒരു ഭാവനയുടെ അരിപ്പയിൽ അടിഞ്ഞിട്ടില്ല. എന്നാൽ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന 1-2 ക്രൈസ്തവേതര ഭവനങ്ങളുടെ ആ ഒരു ഇടങ്ങളിലും പോകാനൊക്കെ പറ്റി. എന്തൊരു സന്തോഷമുള്ള ദിവസമായിട്ട് അവരതിനെടുക്കുന്നത്. ഒരു കാര്യം ഒരാൾക്ക് ഓഫർ ചെയ്യുമ്പോൾ വേറൊരാൾ പറയുന്നു, എനിക്ക് ജോലിയുള്ളതല്ലേ, ചേട്ടാ എടുത്തോ, എനിക്ക് ചേട്ടൻ്റെ എടുത്തോ, അല്ലെങ്കിൽ ആ പെങ്ങൾ വിധവയല്ലേ, ആ കട അവക്കിരുന്നോട്ട. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് നീതിബോധവുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു ആരോപണം പോലും ആയിട്ട് എടുത്താൽ പോലും കുഴപ്പമില്ല. കുറച്ചൊരു അവസരവാദം എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് ഈ സത്യത്തെ അഭിമുഖീകരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ബട്ട് വി നീഡ് ടു ഫേസ്. ഈ അവസരവാദം എന്ന് പറയുന്നൊരു കാര്യം ഈ എങ്ങനെയൊക്കെയോ നമ്മുടെ ഒരു ചരിത്രത്തിൽ വന്ന് ചാടിയിട്ടുണ്ട്. ഓരോ കാലത്തെയും മനുഷ്യ അധികാരമോ അല്ലെങ്കിൽ ഭേദപ്പെട്ട മനുഷ്യരുമൊക്കെ ആയിട്ട് നമ്മളെ തന്നെ ബന്ധിപ്പിച്ച് നിർത്താനും അവർ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുക്കാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു പശ്ചാത്തലമോ ചരിത്രമോ ഒക്കെയാണ് നമ്മുടെ പിന്നിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഹോംവർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നീതിബോധം ഉണ്ടാവുകയുള്ളൂ. എന്താ ഈ നീതി എന്ന് പറയുന്നത്? ഏറ്റവും ലളിതമായിട്ട് അതിനെ പറഞ്ഞു തരുന്നത് പഴയ റോമൻ സംസ്കാരത്തിൽ നിന്ന് തന്നെയാണ്. എന്താണത്? മേക്ക് ഷുവർ ദാറ്റ് എവരിവൺ ഹാസ് റിസീവ്ഡ് ഇസ് ഡ്യൂ. എല്ലാവർക്കും അർഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ പ്രായമായ അമ്മമാർക്ക്, പ്രായമായ മാതാപിതാക്കന്മാർക്ക് നിങ്ങളുടെ പ്രസൻസ്, മരുന്ന്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. സമയത്തുള്ള ചൂട് കഞ്ഞി, ചിലപ്പോഴെങ്കിലും വീടിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളും കുറച്ച് സ്പീഡാക്കാൻ വേണ്ടി നമ്മൾ അവസാനമായിട്ടാണ് ഇവർക്ക് കൊണ്ട് ഭക്ഷണം മാറ്റി കൊടുക്കുക. കാരണം അത് കൂടുതൽ സമയം ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ ഒരു ഇനി പ്രശ്നമുണ്ട്, കുറച്ച് തണുത്തു തുടങ്ങിയ തൊണ്ടയാണ് ഈ പ്രായമുള്ളവരുടേത്. അവർക്ക് തണുത്ത കഞ്ഞി നല്ലതല്ല. നിങ്ങളുടെ വീട്ടുകാരി അവളെ കേട്ടിട്ട് എത്ര നാളായി? കൂടെ നിന്ന സ്ത്രീയാണ്. അവളുടെ ഏറ്റവും ചെറിയ കുശലാന്വേഷണങ്ങൾ പോലും എന്തുകൊണ്ടാണ് നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇവരൊക്കെ അവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ട് വി ടേക്ക് പീപ്പിൾ ഫോർ ഗ്രാൻറ്റഡ്. കുട്ടികൾക്ക് നമ്മുടെ സായന്തനങ്ങൾ കൊടുക്കേണ്ടത് അതിന് പകരം അത്ര കൗതുകമോ ഭംഗിയോ ഇല്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ സായന്തനങ്ങളിലായിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും അർഹതയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ് എന്ത്? നീതിബോധം. അപ്പോൾ അത്തരമൊരു നീതിബോധത്തിൽ നിന്ന് മാത്രമേ സ്നേഹത്തിന് തളർപ്പുണ്ടാവുകയുള്ളൂ. സ്നേഹം, നീതിബോധം കുറയുമ്പോൾ, അധർമ്മം പെരുകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തണുത്തുറഞ്ഞു പോകുന്ന ഒന്ന് സ്നേഹമാണ്.
വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിനകത്തുനിന്ന് ഉള്ളൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെയാണ്. പഴയ ഹോളോകോസ്റ്റിൻ്റെയൊക്കെ ഒരു കാലമാണ്. ഇങ്ങനെ ജ്യൂസിനെയൊക്കെ തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിലൂടെയാണ് അവിടേക്കുള്ള മനുഷ്യരെ കൊണ്ടുപോകുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാത, ട്രെയിനിൻ്റെ പാത. അപ്പോൾ പള്ളിയോട് വളരെ ചേർന്ന്, പള്ളിയുടെ തൊട്ട് പിന്നാലെ മുറ. അപ്പോൾ ഈ വാഹനം പോകുമ്പോഴേക്കും ഇങ്ങനെ മനുഷ്യരുടെ നിലവിളിയാണ്. കാരണം ഓൾമോസ്റ്റ് ഈ വധശിക്ഷ അല്ലാതെ വേറൊരു സാധ്യതയില്ല. ഇങ്ങനെ ചെന്നിറങ്ങുന്നിടത്ത് ഇങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പാർട്ട്മെൻറ്റിലുള്ള മനുഷ്യർ കൊല്ലപ്പെടണമെന്ന്, ഏതൊക്കെയുള്ള മനുഷ്യരെ പണിക്കാരാക്കണമെന്നൊക്കെ ഉണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, എവൻച്വലി എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലപ്പെടും. അപ്പോൾ ഒരു മരണവണ്ടിയാണ്. അപ്പോൾ ഈ മരണം തൊട്ടുമ്പിൽ കാണുന്ന ഈ മനുഷ്യരിങ്ങനെ നിലവിളിച്ചുകൊണ്ട് പോകുമ്പോൾ പള്ളിക്കകത്ത് ഈ നിലവിളി കേൾക്കാം. ആദ്യമൊക്കെ അത് വലിയ ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാക്കി. അതിനുശേഷം അവർ കണ്ടെത്തിയ മാർഗം പറയാനായിട്ട് എൻ്റെ ഒരു സാധാരണ മനുഷ്യൻ നിലയുള്ള എൻ്റെ ഒരു മനുഷ്യത്വം എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നില്ല. പക്ഷേ അവർ കണ്ടെത്തിയ മാർഗം ഇതാണ്: ഈ ട്രെയിൻ വരുന്ന സമയത്ത് പള്ളിയിലെ ഗീതങ്ങൾ ഉറക്കെ പാടുക, ഏറ്റവും ഉറക്കെ പാടുക. ആ ഉറക്കത്തിൽ ഉള്ള ആലാപനങ്ങൾക്കിടയിൽ, ഉറക്കെയുള്ള സങ്കീർത്തന വായനകൾക്കിടയിൽ ഈ നിലവിളി പതുക്കെ ദുർബലമാകുന്നു. കേൾക്കുമ്പോൾ ഇതൊക്കെ മനുഷ്യന് ചെയ്യാൻ പറ്റിയിരുന്നു എന്നൊക്കെ ഉള്ളൊരു നടുക്ക് നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുസ്തകത്തിന് ഡീറ്റെയിൽ തരാം. ഒരാൾ വളരെ സങ്കടപ്പെട്ട് എഴുതുന്നൊരു കാര്യമാണ്. അയാളൊരു പ്രീച്ചറിനോട് ഇങ്ങനെ കൺഫസ് ചെയ്യുന്നൊരു ഭാഗമായിട്ട് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ വലിയ നമ്മുടെ ആരവങ്ങൾക്കിടയിൽ, നമ്മുടെ വലിയ പ്രാർത്ഥനകൾക്കിടയിൽ ഈ നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി അത്ര കേൾക്കുന്നുണ്ടോ? കുറച്ചുകൂടി ഒരു സെൻസിബിലിറ്റി ഉണ്ടാക്കിയെടുത്താൽ നല്ലതായിരിക്കും. ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ, ബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞൊരു ഘടകമൊന്നും ഇപ്പോൾ അത്ര ബുദ്ധിയായിട്ട് ഞാനോ കുറച്ച് ധാരണയുള്ള ആരും എണ്ണുന്നില്ല. ഇപ്പോൾ ഒരു 12 തരം ഇൻ്റലിജൻസ് പറയുന്നുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തേതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസാണ്. മനുഷ്യൻ്റെ വൈകാരികതയോട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അവനാവശ്യമുള്ള ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നുണ്ടോ? അവിടെയൊക്കെയാണ് നമുക്ക് തലകുനിക്കേണ്ട ബാധ്യത വരുന്നത്. അധർമ്മം പെരുകുന്നിടത്ത് സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നുവെന്നൊക്കെ എത്ര സങ്കടത്തോടുകൂടിയാണ് അയാൾ പറഞ്ഞത്. ആ സങ്കടത്തെ ഏറ്റുവാങ്ങാനായിട്ട് കുറേ കൂടി ധൈര്യമുണ്ടാവട്ടെ, പ്രകാശമുണ്ടാവട്ടെ. കുറച്ചു കാലം റിട്രീറ്റ് സെൻ്ററിലായിരുന്നു. ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുറിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ അമ്മ കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. കുറച്ച് ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇനി എത്ര കാലം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. എത്ര കാലം ഉണ്ടെങ്കിലും അമ്മയെ മരിക്കുമ്പോഴുള്ള മഹാറാണിയെ കണക്ക് നോക്കാം. എന്നിട്ട് തലയെടുപ്പോടുകൂടി മുണ്ട് മടക്കുറ്റി പുറത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന ആളുടെ പേരാണ് ആത്മീയ മനുഷ്യൻ. കാരണം അയാളിൽ നീതിബോധമുണർന്നു. ഇനി അതിനകത്തുനിന്ന് അത് വേരാ, അതിനകത്തുനിന്ന് ഈ സ്നേഹത്തിൻ്റെ പച്ചിലകളുണ്ടാവും. പിന്നെ കരുണയുടെ പൂവും പഴവും ഉണ്ടാവും. ആമേൻ.